ഇന്ന് വന്നിട്ടുള്ളത് പൈനാപ്പിൾ പച്ചടീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു 2 വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ. ഇനി തേങ്ങാരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങയിലേക്ക് ഒരു 2 പച്ചമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായി അരച്ചെടുത്തിട്ടുള്ള തേങ്ങ നമുക്ക് വെന്ത് വന്നിട്ടുള്ള കൈതച്ചക്കയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുക്കറിൽ നിന്നും ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ജസ്റ്റ് ഒരു തിള വരുമ്പം സ്റ്റൗ ഓഫ് ആക്കുക. എന്നിട്ട് നമ്മൾ ഒരു 1/4 കപ്പ് തൈരും കൂടിയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തൈരൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം സ്റ്റൗ ഓൺ ആക്കണമെന്നില്ല കേട്ടോ. ആ ഒരു ചൂടിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് വറവിടാനായിട്ട് ഒരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളക് അരിഞ്ഞതും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇനിയും അടുത്ത വീഡിയോസ് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.